വാഹനം ഇറങ്ങുന്നു, ജയിലിന് മുന്നിൽ എത്തി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ജയിലിന് മുന്നിൽ പി.വി. അൻവറുമായി വാഹനം എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പി.വി. അൻവർ അവിടെ പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളോട് നിന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മൈക്ക് വയ്ക്കുന്നുണ്ട്. പി.വി. അൻവറിനെ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. തുടരാം. ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രൊസീജിയറിന്റെ ഭാഗമാണ് സ്ക്രീനിങ്. അവിടുന്ന് കഴിഞ്ഞ്, അതായത് മജിസ്ട്രേറ്റിനെ കാണുന്നതിന് മുമ്പ്, കാണുന്നതിന് ശേഷം. മരുന്നൊക്കെ കുടിക്കൂലേ രാവിലെ ഉച്ചക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ? ഇല്ല അസ്വസ്ഥ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കയറണമെങ്കിൽ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുന്നോടിയായിട്ട് സ്ക്രീനിങ്ങിന്റെ ഭാഗമായി പി.വി. അൻവറിനെ ഇവിടെ ഈ കുറ്റിപ്പുറത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്ക്, ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഉടൻ തന്നെ പൂർത്തിയാവുകയും ചെയ്യും. അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു. ഇതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് ജയിലിലേക്ക് മാറ്റുന്നത്. തൊട്ട് മുൻപായിട്ട് തൊട്ടടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രി, ആ ആശുപത്രിയിൽ കയറ്റി അല്പസമയം കൊണ്ട് തന്നെ സ്ക്രീനിങ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇനി ജയിലിലേക്ക് കൊണ്ടുപോവുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വാഹനം നിർത്തി അദ്ദേഹത്തെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ച് അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്യും. നേരത്തെ മാതൃഭൂമിയോട് അദ്ദേഹം അക്കാര്യങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം അത് ഇറങ്ങുന്ന സമയത്ത് പറയുകയും ചെയ്തു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്കാണല്ലേ എത്തിയിരിക്കുന്നത് ഇംതിയാസ്? അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലെ പറഞ്ഞിട്ടുള്ളത് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ്. കാരണം മജിസ്ട്രേറ്റ് മുന്നിലേക്ക് ഹാജരാകുന്നതിന് തൊട്ടു മുൻപുള്ള മെഡിക്കൽ പരിശോധന, പിന്നീട് ശേഷമുള്ള പരിശോധന ജയിലിലേക്ക് കയറ്റും മുൻപ്. എന്താണ് അൻവർ കൂടുതലായി ഒന്നും പറഞ്ഞില്ലല്ലേ? അൻവർ കൂടുതലായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് താൻ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ്, അത്തരത്തിൽ മരുന്നുകളൊക്കെ കഴിക്കാറുണ്ട്. അതും പിന്നെ ഈ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ജയിലിലേക്ക് കൊണ്ട് തൊട്ട് പോകുന്ന മുൻപായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ അദ്ദേഹത്തിനുണ്ടോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതുടൻ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് തത്സമയം കാണാം, ആ പരിശോധനകൾ നടക്കുന്നതിന്റെ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ജയിലിലേക്ക്, തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ തൊട്ടു മുൻപ് തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. പി.വി. അൻവർ എം.എൽ.എ ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജയിലിലേക്ക് കൊണ്ടുപോകും മുൻപ് തീർക്കേണ്ട മറ്റൊരു പ്രൊസീജിയറാണ് മെഡിക്കൽ പരിശോധന എന്നത്. അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോഡി ഫിറ്റാണോ, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി.വി. അൻവർ അങ്ങനെ അറസ്റ്റിലായ ശേഷമുള്ള ദൃശ്യങ്ങൾ അത് വിവിധയിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരുന്നു. അവിടെയൊക്കെ തന്നെ പി.വി. അൻവറിന്റെ പ്രതികരണവും പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചും പി ശശിയെ കേന്ദ്രീകരിച്ചും ഉന്നമിട്ടുമുള്ള പ്രതികരണങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോകും മുമ്പ് ഇറങ്ങിയിരിക്കുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ്. അല്പസമയത്തിനകം തന്നെ, ഏകദേശം 5 മിനിറ്റ് മാത്രം മതി തവനൂർ ജയിലിലേക്ക് എത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ വാഹനത്തിലേക്ക് തിരികെ കയറും. പോലീസ് അദ്ദേഹത്തെയും കൊണ്ട് തവനൂർ ജയിലിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.